വിവാദ സിനിമയായ എമ്പുരാനുമായി ബന്ധപ്പെട്ട് മുതിർന്ന RSS നേതാവ് A. ജയകുമാറിന്റെ പോസ്റ്റ് വൈറലാകുന്നു. എമ്പുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടതു ജിഹാദി ഗൂഢാലോചനയെന്നാണ് ജയകുമാർ വിശദീകരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കലയല്ല, കുൽസിത പ്രവർത്തനമാണെന്നും ജയകുമാർ വിശദീകരിക്കുന്നു. സെൻസർ ബോർഡിനെ കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മോഹൻലാലിനും ഗോകുലം ഗോപാലേട്ടനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിക്കാതെയുമാണ് സിനിമ തിയേറ്ററിൽ ഗോപാലേട്ടനും ലാലേട്ടനും എത്തുന്നത്. സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത്. പൃഥ്വിരാജും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണെന്നും ഇയാൾ പറയുന്നുണ്ട്. ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എഴുതട്ടെ എന്നാണ് ജയകുമാർ കുറിച്ചത്. സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവരെ സിനിമ ലോകം ചവറ്റുകൊട്ടയിലെറിയും. ഇവിടെ കരളുറപ്പുള്ളൊരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വയ്ക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ്. കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും ജയകുമാർ നൽകുന്നു. ഇതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിൽ റീസെൻസർ ചെയ്യാനുള്ള നിർദ്ദേശം എത്തിയത്. അങ്ങനെ എമ്പുരാൻ സിനിമയിൽ വീണ്ടും കത്തിവീഴും, പല സീനുകളും വെട്ടിയൊതുക്കുമെന്നും ജയകുമാർ പറയുന്നു. പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ J. നന്ദകുമാർ സാമൂഹിക മാധ്യമത്തിൽ എമ്പുരാനെക്കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു.